പറയാനാണെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടും വളരെ അടുത്താണ് താമസിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ റൂമിലെ വിൻഡോയിൽ കൂടി നോക്കിയാൽ എനിക്ക് അവളെ റൂം കാണാൻ പറ്റും. പക്ഷേ നമ്മൾ തമ്മിൽ ഡയറക്റ്റ് കണ്ട് സംസാരിച്ചിട്ട് കുറച്ചധികം കാലമായി. ചാറ്റിങ്ങൊക്കെ ഡെയിലി നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഡയറക്റ്റ് കണ്ട് കഥകൾ പറയുന്നതിൻ്റെ സുഖം അത് വേറെ തന്നെയാണല്ലോ. അങ്ങനെ ചാറ്റിങ്ങിലൂടെ പറഞ്ഞു തീരാത്ത കഥകൾ ബാക്കി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മക്കളെയും കൂട്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു മാളിലേക്ക് പോയി. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും മഗ്‌രിബിൻ്റെ സമയമായിരുന്നു. നമ്മൾ നേരെ നിസ്കരിക്കാൻ കയറി മക്കളെ പാർക്കിലും ആക്കി. അതാകുമ്പോൾ അവർക്ക് കുറച്ച് എൻജോയ്മെൻ്റ് ആവും, നമ്മളെ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് ഇതുപോലെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പാർക്കിലോ ബീച്ചിലോ പോയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചൂടൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ മാളൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല തണുത്തിരുന്ന് കഥകൾ പറയാമല്ലോ. നമ്മൾ കഥകൾ പറഞ്ഞ് തീരുവില്ല എന്ന് മക്കൾക്ക് മനസ്സിലായതുകൊണ്ട് അതൊന്നും അവർക്ക് വിശപ്പ് ഇന്ന് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ ഒരു മീറ്റപ്പ് പ്ലാനാക്കിയ മുതലേ എൻ്റെ ഫീഡ് ഫുള്ള് ഗുഡ് ബർഗറിൻ്റെ വീഡിയോസാണ്. അവർ ഷവായും അൽഫാമൊക്കെയാണ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കാൻ നിന്നിട്ടില്ല, നേരെ അങ്ങോട്ടേക്ക് തന്നെ പോയി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് സാലഡിൻ്റെ പ്ലേറ്റ് വന്നത്. ആ പ്ലേറ്റിൽ ഒരു ലെമൺ ഉണ്ടായിരുന്നു. ആ ലെമണ് കൂടുതൽ എക്സ്പ്രഷൻ ഇല്ലാണ്ട് ആരാണ് കഴിക്കുക എന്നുള്ള ടാസ്ക്കാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 3 പേരും വായിലിട്ടതേ ഓർമ്മയുള്ളൂ. ആ സ്പോട്ടിൽ തന്നെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തിന്. പിന്നെ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് സ്പൈസിയാണ്, ഓക്കെയാണ്. പിന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് മെയിൻ ഐറ്റം വന്നത്. എൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് കഴിയാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. അതൊന്ന് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീം വേണ്ട പിന്നെ മക്കളെ അവസ്ഥ അറിയാമല്ലോ, പിന്നെ അവർക്ക് ചുറ്റുകളൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ച് നമ്മൾ നേരെ മാളിലേക്ക് തന്നെ തിരിച്ചു പോയി. നമ്മളെ കഥകൾ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ലല്ലോ, ബാക്കിയും കൂടി പറയാനുണ്ടല്ലോ. നമ്മൾ അബുദാബിയിൽ മലയാളികൾക്ക് സ്വന്തമായിട്ടൊരു മാളുണ്ടല്ലോ, മദീന സൈഡ്. അവിടെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പുറത്ത് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഇട്ടാൽ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് മദീന സൈഡാണ്. ഇതിൻ്റെ ഏത് കോർണറിൽ നോക്കിയാലും നിങ്ങൾക്ക് ഒരുപാട് മലയാളികളെ കാണാൻ പറ്റും. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് സൈഡാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ ലുലുവിലേക്ക് കയറി. ഒരു പെർഫ്യൂം നോക്കലായിരുന്നു ഉദ്ദേശം. പക്ഷെ നമ്മൾ വിചാരിച്ച സാധനം അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ ഒന്ന് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി. അപ്പോഴാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രീം കണ്ടത്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, അല്ലാണ്ട് ലോറിയൽ പാരീസുകാർക്ക് പെയ്ഡ് പ്രൊമോഷൻ തരാനായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും കണ്ട ഇത് ക്രീം യൂസ് ചെയ്യുന്നതിൽ നല്ല ഇതൊന്നും യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിൻ്റെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഉണ്ട്. ഞാൻ ഡേ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നല്ല അടിപൊളി ഡേ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ ഞങ്ങൾ മീറ്റാക്കാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്ക് ലേറ്റായിട്ട് പോയാലും പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി തിരിച്ചു പോയത് ടാക്സിയിലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.